ആയിരിക്കും അല്ലേ? ഹമീദിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു വെക്കണം. ഹമീദ് ഫേക്കോളിയല്ല, ഹമീദ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സാരമില്ല, ഹമീദിനെ ഞാൻ നല്ല ഒരു വിരുന്ന് സൽക്കാരം തരാം കേട്ടോ, വിഷമിക്കണ്ട. ഹമീദിൻ്റെ ഫോട്ടോ ഒക്കെ ഞാനൊന്ന് പരസ്യപ്പെടുത്തി ആളുകളോട് പറയാം. ഹമീദിൻ്റെ ഉമ്മ ഇങ്ങനെ സുഡാപ്പികൾക്ക് ഡാഷ് ചെയ്തു കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഊമ്പണമെങ്കിൽ ഹമീദിനെ സമീപിച്ചാൽ മതി, ഉമ്മായെ കൊണ്ടുവന്ന സങ്കേതത്തിൽ വിട്ടുതരുമെന്ന് പറയാം. എങ്ങനെയുണ്ട്? അവനവൻ ചെയ്യുന്നത് മറ്റുള്ളവരെ പറയും കേട്ടോ. നിന്റെ ഉമ്മ ഈ പണി ചെയ്ത് നിന്നെ വളർത്തുന്നത് കൊണ്ട് നിനക്കിത് പബ്ലിക്കിൽ പറയാൻ പറ്റും. ഞങ്ങളാരും അത് പറയില്ല, കാരണം ഞങ്ങളുടെ ആരും മാതാപിതാക്കൾ ഇങ്ങനെയല്ല. നീ ഇപ്പം സംഖ്യകളെ വെച്ചിട്ട് എന്നെ പറയണമെങ്കിൽ സുഡാപ്പികൾക്ക് മദ്രസയിൽ പോയിട്ട് ഉമ്മാക്കി ഡാഷ് പണിയാണോടാ പണി? അല്ലടാ ഹമീദേ, നിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ തരാം കേട്ടാ, വിഷമിക്കാനൊന്നുമില്ല. ഹമീദേ, നിന്നെ പോലെയുള്ള പാഴുകളെയല്ലടാ നമ്മൾ കാത്തിരിക്കുന്നത്. നീയൊക്കെ പറഞ്ഞോടാ നാറികളെ, നല്ലവലാദികളെ. ഇവന്മാർക്ക് ഏറ്റവും വലിയ കുരു പൊട്ടുന്നത് എന്താണെന്നറിയാമോ? ഉസ്താദുമാരെ എങ്ങാനും ജാമിദ വിമർശിച്ചാൽ തീർന്ന്. അല്ല അസീന, നിന്റെ എവിടെ അടിയല്ലുള്ളത്? എവിടെ അടിയല്ലുള്ളത്? ആ ഹമീദ് നാറി പറഞ്ഞത് നിന്റെ തള്ളയാണോടി? ആണാ? അപ്പൊ ഹമീദിന്റെ ആണോടി നീ? ഓ, അതുകൊണ്ടാ ഹമീദിനെ പറഞ്ഞപ്പോൾ നിനക്ക് വേദന ഉണ്ടായതല്ലേ അസീന? എടി അലവലാതി തെണ്ടിയുടെ മോളെ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. നിന്റെ മറ്റവൻ ഹമീദ് വന്നിട്ട് ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ പറഞ്ഞത്. നിനക്ക് വേദനിക്കുന്നെങ്കിൽ നീ അവൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ട് അവിടെ ചെന്നിട്ടൊന്ന് ചെയ്തു കൊടുക്കുക. ചെല്ല, അവനല്ലേ ചെയ്യാൻ വിളിക്കുന്നത്, ചെല്ല. ഇതൊക്കെ പറയേണ്ടി വരുന്നതാ കേട്ടോ അസീന, കേട്ടാ. ഞാൻ ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും അനാവശ്യമായിട്ട് പറയാറില്ല. എന്നെ പറഞ്ഞാൽ തിരിച്ചും കിട്ടും. തിരിച്ച് പറയാതിരിക്കാൻ ഞാൻ ഗാന്ധി സിദ്ധാന്തക്കാരിയൊന്നുമല്ല. ഒരു കർണത്തടിച്ചാൽ അടുത്ത കർണം കൊണ്ടുപോയി നീട്ടിക്കൊടുക്കുന്ന ആളുമല്ല ഞാൻ. ഒരു കർണം അടിക്കാൻ കൈ പൊക്കുന്നതിന് മുമ്പ് അവൻ്റെ നാവി ഞാൻ ചവിട്ടിക്കലക്കും. ഹസീനയ്ക്ക് വല്ലാത്ത വേദനയുണ്ടോ? ഹമീദിന് എന്തൊക്കെയോ കലപ്പ പൊങ്ങിയിരിപ്പുണ്ട്. ചെല്ല, നീ കൃഷിയിടമല്ലേ, ചെന്നങ്ങോട്ട് കയറി കൊടുക്ക്, ചെല്ല. അതുപോലെയുള്ള ആളല്ല ഞാൻ. തോന്യാസം പറയുന്നതേ നീയൊക്കെയാണ്, അതുകൊണ്ടാണ് തിരിച്ച് നിനക്കൊക്കെ കിട്ടുന്നത്. ഡോണ്ട് യൂസ് അബ്യൂസ് വേർഡ്സ്. ആഹാ, നിനക്കൊക്കെ പറയാമോ? നിനക്കൊക്കെ പറയാമോടാ? ആ ഹമീദിനോട് പറയടാ, നിനക്ക് പറ്റുമെങ്കിലേ. ഡിബേറ്റിന് വന്ന് വെല്ലുവിളിച്ചതാ. നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യൂ ഓവിൻ പിന്നെ കാണാനില്ല. പിന്നെ ഇപ്പോഴാ വരുന്നത്. ശരി, എന്നാലേ ഒരു കാര്യം ചെയ്, ആരാണ് അനാവശ്യങ്ങൾ പറയുന്നത് എന്നറിയണ്ടേ? എന്നാ കേട്ടോ. പരസ്യം നിക്ക് ഉസ്താദിനെ. ഗുഡ്നസ് പാത്ത് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മുടെ ഒരു ഷെയർ കൊണ്ട് ആരെങ്കിലും ഒരു ഗുണം ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നമുക്ക് കൂടെ കിട്ടുമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാ? ബാബുവിന്റെ കൂട്ടുകാരൻ. ഹായ്, ബാബുവിന്റെ കൂട്ടുകാരൻ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ അഡ്മിനാണ്. ഹായ് കേട്ടോ. അപ്പോ ആരാണ് അനാവശ്യങ്ങൾ പറയുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതെന്നും ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്ക്, കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലേക്ക് കിടക്കാം. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വസ്വാസുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വെള്ളപ്പോക്കിന്റെ അസുഖം അല്ലെങ്കിൽ ഇസ്തിഹാലത്ത്, രോഗരക്തമുള്ള ആളുകൾ അവരുടെ മുൻദ്വാരത്തിലൂടെ സ്ഥിരമായി രക്തമോ അല്ലെങ്കിൽ മറ്റു പ്രയാസം സൃഷ്ടിക്കുന്ന ദ്രാവകങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വസ്വാസ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ വസ്വാസ് അനുഭവിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ പല ആളുകളും വലിയൊരു തെറ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഒരുപാട് ആളുകൾ പിൻദ്വാരത്തിലൂടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്ന വലിയ ഒരു തെറ്റായിട്ട് എണ്ണിയിരിക്കുന്ന കാര്യമാണ് ഭാര്യയുമായി പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് ഒരിക്കലും അത്തരം ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സ്ത്രീയുടെ പിന്തുവാരത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തുന്ന ആളെ
തീർത്തും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. എങ്ങനെ നമസ്കരിക്കണമെന്ന് പോലും പറഞ്ഞു പൂർത്തീകരിക്കാത്ത, എന്തിനൊക്കെയാണ് സകാത്ത് കൊടുക്കേണ്ടത് എന്ന് പോലും പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയാത്ത പ്രവാചകൻ, മലദ്വാർ ഉമ്മറം ഇതൊക്കെ പറഞ്ഞു പോയെങ്കിൽ ആ പ്രവാചകൻ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഗഹനീയമായിട്ടുള്ള വിജ്ഞാനം നേടിയിരിക്കുന്നത്. അല്ലാഹ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിലനിൽപ്പുണ്ടോ? അതുകൊണ്ട് അത് നബി പറഞ്ഞുപോയി. ആസീനായി പറഞ്ഞു വിട്ടേരെ. ധാരാടി പറയുന്നത്? നിന്റെ മറ്റവന്മാരായി പറയുന്നത്, ഞാനല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ? ഇവന്മാരാണ് സെക്സ് പറയുന്നത്. ഈ സെക്സ് ഇല്ലെങ്കിൽ നീയും ഇല്ലടി കേട്ടോ. എന്തിനാടി ഇവിടെയുള്ള ആളുകൾ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? എന്തിനാടി പടച്ചോൻ 72 ഹൂറികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ സെക്സിന് വേണ്ടിയാ. വിശപ്പുള്ള യോനിയും വളയാത്ത ലിംഗവും, ഇതാരാ വെച്ചുകൊണ്ട് വിളിക്കുന്നത്? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയമായത്. ചത്തുപോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്തുവാ കിട്ടുന്നത്? നിലയ്ക്കാത്ത സെക്സ്. അപ്പോൾ ആ സെക്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാനാണോ? അതോ ഇസ്ലാമാണോ? അതോ പടച്ചോനാണോ? ഇവിടെയും സെക്സിന് പ്രാധാന്യം, അവിടെയും സെക്സിന് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മതം സെക്സ് ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് വൻ കുറ്റമായിട്ടാണ് ഇതിനെ എണ്ണിയിട്ടുള്ളത്. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ആ ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ദീനിയായിട്ട് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പല ആളുകളും വല്ലാത്ത വിഷമം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വല്ലാത്ത വിഷമം പറഞ്ഞു, ഉസ്താദേ ഈ ഒരു വിഷയത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, അതുകൊണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ചുകൊണ്ട് വിഷമം പറഞ്ഞു. ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പലരും പുറത്തു പറയാൻ മടിക്കുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് അറിയാം ഇത് പാടില്ലാത്തതാണ്, എന്നാൽ ഇത് സാധാരണ ഒരു പാടില്ലാത്ത കാര്യമല്ല. അല്ലാഹു ഇതിനെ വൻ കുറ്റങ്ങളിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഏറ്റവും ഇങ്ങനെ ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അയാൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് ഖേദിക്കുന്നുണ്ടോ, എന്നാലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചാൽ മാത്രമാണ് അള്ളാഹു ഈ ഒരു പാപം അവനിക്ക് പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് വരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കൽ നിന്ന്, നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന്, ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നാം കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു വിഷയം ഉണ്ടാവരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രമേൽ അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുള്ള ഒരു തെറ്റാണ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുക എന്നുള്ളത്. പല ആളുകളും നേരത്തെ സൂചിപ്പിച്ച വസ്വാസ് കാരണം പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുന്നതെങ്കിലും അവിടെ സംഭവിക്കുന്നത് വലിയ തെറ്റാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് ഒരിക്കലും ആ ഒരു വിഷയം ഉണ്ടാവരുത്, അള്ളാഹുവിന്റെ കോപം നമ്മൾ വാങ്ങരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സകലമാന പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി അവരെങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്ന് നോക്കലാണ് അള്ളാഹുവിന്റെ ജോലി. അള്ളാഹുവിന്റെ ഒളിഞ്ഞു നോട്ടത്തെ കുറിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. ഞാനല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. അതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങളിതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാം മാത്രം ഇത്രയധികം സെക്സിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് നിങ്ങളോട് മറുപടി പറയുമ്പോൾ നമ്മൾ സെക്സ് പറയുന്നു, ഞാൻ സെക്സ് പറയുന്നു, അതിനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന്, ആർക്കാണ് താല്പര്യമെന്നും ഇസ്ലാം എന്താണ് എന്ന്